അസ്സലാമലൈക്കും. കുറച്ച് ദിവസമായിട്ട് ഞാൻ വ്ളോഗൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. ഇന്നത്തെ നോമ്പ് തുറക്കി ഞാൻ സാധാരണ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കുക, അതാണ് ഇന്ന് നോമ്പ് തുറക്കാൻ. ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറും കറിയും ഒക്കെ കഴിക്കാനൊരു ആഗ്രഹം. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ നമ്മൾ സാധാ ചോറും കറിയും ഒരു മീൻ വറുത്തത് അങ്ങനെയൊക്കെ ആക്കാമെന്ന് കരുതിയിട്ട് പരിപ്പ് കറി വെക്കാൻ തീരുമാനിച്ച് പരിപ്പ് വേകാനിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ മുറിച്ച് വെച്ച് നമ്മുടെ ഏട്ടമീനാണ്, പച്ച ഏട്ടമീനാണ്, മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രധാന ഐറ്റമായ നമ്മുടെ ചോറ് ഞാൻ അടുപ്പ് കത്തിച്ച് അരിയൊക്കെ ഇട്ടിട്ട് ഏകദേശം വേകാനായിട്ടുണ്ട്. പക്ഷേ വെന്തിട്ടില്ല, മുഴുവനായിട്ട് വെന്തിട്ടില്ല. മറ്റേ ബോധനരിയാണ് ഞാൻ യൂസ് ചെയ്യുക. അപ്പോൾ ഒന്ന് നന്നായി തിളച്ച് പകുതി വേവായിട്ടുള്ളൂ. നമുക്കൊന്നും കൂടി നന്നായി ഒന്ന് കത്തിച്ച് വിട്ടിട്ട് നമുക്ക് കറിൻ്റെ പരിപാടി, കറി ഫുള്ളായിട്ട് വെച്ച് ശരിയാക്കാൻ വേണ്ടി പോവാം. അപ്പോൾ പോണ വഴിക്ക് പുറത്തൊന്ന് നോക്കിയപ്പോൾ നല്ല തണുത്ത കാറ്റ്, നല്ലൊരു ആശ്വാസമുണ്ട്. അൽഹംദുലില്ലാ. 2 ദിവസമായിട്ട് ചെറുതായിട്ട് മഴ, വലിയ മഴയല്ല, ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. നോൽമ്പായിട്ട് ദാഹത്തിനൊക്കെ ഒരു ക്ഷീണത്തിനൊക്കെ ഒരു സമാധാനമുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പ്, തക്കാളി, പച്ചമുളക്, ഉള്ളിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ച പരിപ്പിൽ നമ്മൾ മുറിച്ച് വെച്ച പച്ചക്കറികൾ, എന്താ രസമല്ലേ പച്ചക്കറികൾ കാണുമ്പോൾ നല്ല സന്തോഷവും ഇഷ്ടമൊക്കെ തോന്നുന്നു കഴിക്കാൻ. അതിൽ വേണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതലാവരുത്. കൂടുതലായി പറഞ്ഞാൽ കറി കുളമാകും. ഞങ്ങളിവിടെ 2-3 പേര് തന്നെ ഉള്ളൂ, അതുകൊണ്ട് അത്ര മതി കറി. അപ്പം അത് കത്തിച്ച് നന്നായി ഒന്ന് വേഗം വെക്കാം. കുക്കറിൻ്റെ മൂടി ഇടേണ്ട ആവശ്യമില്ല, പച്ചക്കറി ഒന്ന് വേഗം വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് അടപ്പ് വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുത്ത ശേഷം നമുക്ക് ഇപ്പുറത്ത് അടുപ്പ് കത്തിച്ചിട്ട് പപ്പടവും മീനും ഒക്കെ വറുത്തെടുക്കാം. പപ്പടം എന്താണെന്ന് അറിയില്ല, പൊള്ളി വരുന്നില്ല, പുതിയ പപ്പടമാണ്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ പപ്പടം വറുത്ത ശേഷം കയ്യോടെ അതിൽ തന്നെ ഞാൻ മീൻ വറുക്കാനിട്ട് കേട്ടോ. അതൊന്ന് വറുത്ത് കോരിയെടുത്താൽ കറികളുടെ പരിപാടി കഴിഞ്ഞു. നമുക്ക് ചോറും കൂടി റെഡിയാക്കി വെച്ചിട്ട് നോമ്പ് തുറക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെക്കണമല്ലോ. ഇപ്പം മീൻ അല്ല പടക്കം പൊട്ടണ പോലെ പൊട്ടണു. ഞാൻ അടച്ചൊക്കെ വെച്ചു, എന്നിട്ട് മറിച്ചിടാൻ ഓഫാക്കിയ ശേഷമാണ് ഞാൻ മറിച്ചിടുന്നത്. അല്ലെങ്കിൽ അത് കൊണ്ട് മുഖത്തൊക്കെ പൊട്ടിത്തെറിക്കും, എന്താണെന്ന് അറിയില്ല, നല്ല പൊട്ടിത്തെറിക്കണത് മീൻ. അപ്പോഴേക്കും നമ്മളുടെ ഇപ്പുറത്തെ കറി റെഡി ആയിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങയും ഒരല്പം പുളി ഒഴിച്ചിട്ടുണ്ട്. പുളി കൂടിപ്പോയി പറഞ്ഞാൽ പരിപ്പ് കറി രസം ഉണ്ടാവില്ല, കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ, കുറച്ച്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഒന്ന് റെഡിയായി വരണമെങ്കിൽ ഒന്ന് തിളച്ച് വരണം. ഈ തേങ്ങൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ മീൻ മറിച്ചിട്ടിട്ട് ഒരു ഭാഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും കറി തിളച്ചു. എല്ലാ പണിയും ചടപടയെന്ന് കഴിയുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കറി ഒന്ന് താളിച്ചെടുക്കണം. കറി താളിക്കുമ്പോൾ എപ്പോഴും 2 ചെറിയ ഉള്ളി നന്നായി ഒന്ന് വറുത്ത് കോരി അതിലിട്ടാൽ ഒരു പ്രത്യേക മണം ഉണ്ടാവും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കറിയിൽ. എല്ലാ കറിയിലും ഇങ്ങനെ താളിക്കുമ്പോൾ ഈ ചെറിയുള്ളി ഇട്ടിട്ട് നന്നായി ഒന്ന് മുരിച്ചിട്ട് അതിലേക്ക് ഇട്ട് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് അപ്പോൾ നമ്മുടെ കറിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസെല്ലാം ഓഫാക്കിയിട്ട് എല്ലാം റെഡിയാക്കി എല്ലാം ഒന്ന് വൃത്തിയാക്കി വയ്ക്കണം. അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് നോമ്പ് തുറക്കാനെല്ലാം റെഡിയാക്കണ്ടേ. നമുക്ക് ജഗ്ഗിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് ഓറഞ്ച് ജ്യൂസ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴവും ഒരു കഷ്ണം ആപ്പിളും ഒരു ഓറഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസും കൂടി അടിക്കണം. അത് ഞാൻ അടിക്കുന്നത് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ്.
അങ്ങനെ നോൽമ്പ് തുറയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് വെറുതെ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞിട്ടൊന്ന് പുറത്തിറങ്ങി കുട്ടീനെയും കൂട്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഒരു പുതിയൊരു കട ഓപ്പണിങ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് പോയതാണ്. വന്നിട്ട് 1 മാസത്തോളം ആയത്രേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അവിടെ ചിക്കൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഞങ്ങൾ വാങ്ങിച്ചത് ഷവായ, അതിൻ്റെ കൂടെ കുറച്ച് മാങ്ങ ഉപ്പിലിട്ടതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉബൂസ്. പിന്നെ അവിടെ സ്പെഷ്യലായിട്ട് തോന്നിയത് വന്നിട്ട് ഒരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ടാവും കുടിക്കാനുള്ളത്. അതിൽ പുതിനയിലയും നാരങ്ങ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിലിട്ട് വെച്ചിട്ടുണ്ടാവും. കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ അതിൻ്റെ കട വരുന്നത് വന്നിട്ട് നമ്മുടെ മലമ്പുഴ ബൈപ്പാസ് റോഡിൻ്റെ ആ ഭാഗത്തായിട്ടാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് തിരക്കുണ്ട് കേട്ടോ. അവിടെ നല്ല ഫുഡാണെന്നാണ് പറയുന്നത്. എനിക്കെന്താണ് അപ്പോൾ എനിക്ക് സത്യത്തിൽ ഇഷ്ടമായില്ല. എന്താണാവോ എനിക്കറിയില്ല. അത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പറഞ്ഞത്. നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം കഴിച്ചിട്ട് ഇറങ്ങി. ഞങ്ങൾക്ക് തറാവിയൊക്കെ നമസ്കരിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. ആ ദിവസം വണ്ടിയിൽ കയറാൻ വേണ്ടി പോയപ്പോൾ ആ ദിവസം അതേ ഓടിയാണ്. ബൈക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഓടി മറിയുണ്ടായിരുന്നു. അവ അതേ വരുമ്പോഴേക്ക് ഞാൻ ഇതേ പോയി പിടിച്ചില്ല പറഞ്ഞാൽ അവ പിന്നെയും ഓടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് കട. താഴെയൊക്കെ ഒരുപാട് വരിയിൽ ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്. നിറയെ വണ്ടി നിർത്താനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.